സർ, +1 നീറ്റിൻ്റെ പ്രിപ്പറേഷൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ +1 നീറ്റ് പൃഥ്വി ബാച്ചിൻ്റെ ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 17th ഏപ്രിൽ മറ്റന്നാളാണ്. അപ്പം എല്ലാവരും ഈ ഒരു ഓറിയൻറ്റേഷനിൽ പങ്കെടുത്തിരിക്കണം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി എ പബ്ലിക് ലൈക്ക്. അതുകൊണ്ട് ജോയിൻ ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാം, ആ ഓറിയൻറ്റേഷനിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, എന്താണ് നമ്മുടെ നീറ്റ് ബാച്ചിൽ ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം സീരിയസ് ആയിട്ടാണ്, എത്രത്തോളം വളരെ എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ബാച്ചിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഓറിയൻറ്റേഷനിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തിരിക്കണം. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെന്തിനാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? സ്കൂളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, റിസൾട്ട് വന്നിട്ടില്ല. സയൻസ് എടുക്കണോ ഇല്ലയോ എന്നുള്ള കാര്യം ഒത്തിരി തീരുമാനം എടുക്കാനുള്ള സമയമായിട്ടില്ല. ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണം തീരുമാനമായിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ ഇത്രയൊക്കെ മുൻപ് തന്നെ നമ്മൾ നീറ്റിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ, ഇതൊരു ഓപ്ഷണൽ കാര്യമാണ്. നിങ്ങൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് സാർ എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ സയൻസ് കിട്ടുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല, എനിക്ക് A+ കിട്ടുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല, പിന്നെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾ ഇറ്റ് ഇസ് ഓക്കെ, കാരണം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ സെക്കൻഡ് ബാച്ച് ഇതിൻ്റെ തന്നെ പൃഥ്വി ബാച്ചിൻ്റെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്താൽ മതി. അതിലൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സിലബസ് കറക്റ്റ് ടൈമിൽ തീരും, എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും. പക്ഷേ അത് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിന് വളരെ വ്യക്തമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നേരത്തെ തന്നെ ജോയിൻ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായും നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് മക്കളെ, നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് നമ്മുടെ ബാച്ചിൽ ഓൾറെഡി തീർത്തിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പോവുക. അപ്പോൾ അവിടെ രണ്ട് അഡ്വാൻറ്റേജാണ് ഉള്ളത്. ഒന്ന് മൾട്ടിപ്പിൾ ചാപ്റ്റർ തീർത്തു എന്നുള്ള അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നിങ്ങൾ സ്കൂളിൽ പോയി ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച സാധനം തന്നെയായിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത്. അത് നീറ്റ് ലെവലിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നല്ല നല്ല ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ് പോലെ തോന്നും. നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്താണ് ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കുകയാണ്, വീണ്ടും തലയിൽ ഒന്നുകൂടി സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് മിക്ക സമയങ്ങളിലും +1 ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക, കുട്ടി സ്കൂളിലേക്ക് കയറി ചെല്ലും, ഫസ്റ്റ് ദിവസം തന്നെ 10ാം ക്ലാസ് പോലെയല്ല, വേറെ തന്നെ കാര്യങ്ങളാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിലും വേറെ തന്നെ കാര്യങ്ങളാണ്. അതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ +1 സയൻസ് എടുത്ത് മണ്ടത്തരായി പോയല്ലോ എന്നുള്ള ഒരു ലെവലിൽ വരെ ആദ്യത്തെ ദിവസം തന്നെ ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഇതെല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഒരിക്കലും വരാൻ പറ്റില്ല. നേരെ മറിച്ച് അതൊരു റിവിഷൻ ക്ലാസ് പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവും, ബേസിക്കലി നിങ്ങൾക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഈ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംശയമില്ല ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ സ്കൂളിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ സ്കൂളിലെ ക്ലാസ് നിങ്ങൾക്ക് റിവിഷൻ പോലെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായി? ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഫാസ്റ്റ് സിലബസ് കംപ്ലീഷൻ. പെട്ടെന്ന് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ലോജിക്കലി നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, സ്കൂളുള്ളപ്പോഴല്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷൻ സമയത്താണ്. അപ്പോൾ നിങ്ങൾ ഫുൾ ഡേ നിങ്ങൾ അവൈലബിൾ ആണ്. ഫുൾ ഡേ പഠിക്കണം എന്നല്ല പറയുന്നത്, ഫുൾ ഡേ നിങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് നല്ല രീതിയിലുള്ള നല്ല എമൗണ്ട് ഓഫ് ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. സ്കൂളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലാസ് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് സ്കൂളിൽ പോകണം, സ്കൂളിലെ വർക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു കാര്യമായിരിക്കും നീറ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് സിലബസ് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ രീതിയിലേ സിലബസ് തീർക്കാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലി അതേ പറ്റുള്ളൂ. ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം അവൈലബിൾ ആണ്. പെട്ടെന്ന് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്താലുള്ള മറ്റു ഗുണങ്ങൾ എന്താണ്? സ്കൂളിലെ പരീക്ഷകൾ വരുമ്പോൾ, ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും എന്താ സംബന്ധിച്ചാൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം +1 നിങ്ങൾ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ, പബ്ലിക് എക്സാം, 4 പരീക്ഷകളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിവിഷനും അതിൻ്റെ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, പ്രിപ്പയർ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ആ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റഡ് ആവുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നഷ്ടമായി പോകും. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. കാരണം എന്താണ്, നിങ്ങൾ നേരത്തെ അതിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് ഒരു 10-20 ദിവസം മിനിമം വരും.
10-20 അല്ല, ആക്ച്വലി പബ്ലിക് എക്സാമോടെ കൂട്ടിയ ഒരു 30-40 ഡേയ്സ് എങ്കിലും നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ എക്സാമിൻ്റെ റിവിഷന് വേണ്ടി നിങ്ങളുടെ സമയം പോകും. ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും സ്കൂൾ എക്സാമിൻ്റെ സമയം വരുമ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ധാരാളം മോക്ക് എക്സാംസ് എഴുതാൻ പറ്റും. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഇഷ്ടംപോലെ മോക്ക് എക്സാം എഴുതാം. നിങ്ങൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രത്തോളം മോക്ക് എക്സാം എഴുതാൻ സമയം ഉണ്ടാവില്ല. ആൻഡ് ലാസ്റ്റ് കാര്യം, നിങ്ങൾക്ക് +2 നേരത്തെ തുടങ്ങാൻ പറ്റും. +2 നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. സാർ +2 നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം, മക്കളെ +2 നേരത്തെ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് +2 നേരത്തെ തീർക്കാൻ പറ്റുള്ളൂ. നേരത്തെ തീർത്താലേ നിങ്ങൾക്ക് +2 ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അതിന് വേണ്ടി പഠിക്കാനും പിന്നീട് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ വരുമ്പോൾ റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷമോ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ +1 തീർക്കേണ്ട സമയത്ത് +1 തീർക്കും, +2 തുടങ്ങേണ്ട സമയത്ത് നിങ്ങൾക്ക് +2 തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നേരത്തെ തുടങ്ങൽ പോസിബിൾ അല്ല. എന്നിട്ട് +2 തീർക്കേണ്ട സമയത്ത് +2 തീർക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. പോയിന്റ് മനസ്സിലായി? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിൽ റിവൈസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ സമയം കുറഞ്ഞു വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ അറിയണം, റിവിഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ എത്ര പഠിക്കുന്നു എന്നല്ല എല്ലാ കാര്യം, ആ പഠിച്ച കാര്യം നിങ്ങൾക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് എന്നതിലാണ് കാര്യം. മനസ്സിലാവുന്നില്ലേ? അത് പഠിച്ച കാര്യം ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് തലയിനുള്ളിൽ ഉണ്ടാവണം. അത് മനസ്സിലാക്കി വെച്ചതുകൊണ്ടോ പഠിപ്പിച്ച ടീച്ചർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അത് നിങ്ങളുടെ തലയിലുണ്ടാവണം. തലയിലുണ്ടാവണം എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് സമയം കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് കാര്യം, ഈ പരിപാടികളൊക്കെ നീറ്റ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, JEE പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പണിയാണ്. മിയർലി ബൈ എത്ര അവേഴ്സ്, ദ എമൗണ്ട് ഓഫ് അവേഴ്സ് യു ഹാവ് ടു പുട്ട് ഇൻ ടു ഇറ്റ്. അല്ലേ, നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എൻട്രൻസിന് പോയി പരീക്ഷ എഴുതി എന്താ സംഭവിക്കും? ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടാക്കണം, കൂടുതൽ എക്സാംസ് എഴുതാൻ വേണ്ടി സമയം ഉണ്ടാക്കണം. അതൊക്കെ സൗകര്യങ്ങൾ ഓൺലൈൻ ബാച്ചിൽ നമ്മളുണ്ടാവും, പൃഥ്വി ബാച്ചിൽ. പക്ഷേ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് എങ്ങനെ കുറയ്ക്കുക? നിങ്ങൾ ആ ബുദ്ധിമുട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. ആ ബുദ്ധിമുട്ടിനെല്ലാം കൂടെ ഞാൻ ഈ 8 മാസത്തിൽ പഠിച്ച് തീർക്കും, ആ ബുദ്ധിമുട്ടെല്ലാം ഞാൻ സഹിക്കും എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ആ ബുദ്ധിമുട്ടിനൊന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. ഒരു 12-13 മാസത്തിലേക്ക് ആക്കുക, നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. എന്താണ് ആ ബുദ്ധിമുട്ട്? പെർ മാസം അല്ലെ പെർ ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കുറച്ച് കുറവായി കിട്ടും. അവസാനം സെയിം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കുറവും, കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ളത്. ഇതിൻ്റെ ലോജിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓബ്വിയസ്ലി നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ, എക്സാമിനറിൻ്റെ ഹോൾ ടീം റെഡിയാണ്. ഏറ്റവും ബെസ്റ്റ് കണ്ടൻറ്റുമായിട്ട്, ഏറ്റവും ബെസ്റ്റ് സൗകര്യങ്ങളായിട്ട് ഓൺലൈൻ ബാച്ചിൽ എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റും അത്രത്തോളം കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ പൃഥ്വി ബാച്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. 17-ാം തീയതി ഏപ്രിലിൽ എല്ലാവരും നമ്മുടെ ചാനലിലുണ്ടായിരിക്കണം. നമ്മുടെ +1 ചാനലിലായിരിക്കും നമ്മുടെ ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ജോയിൻ ചെയ്യാത്തവരടക്കം ഇതിൽ പങ്കെടുക്കണം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ ആ ജേർണി നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറായിട്ട് 17th വിത്ത് ഓറിയൻറ്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സീ യു ദെയർ.